അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിൽ നടത്തിയ യുദ്ധത്തിന് പിന്നിലെ ചില അണിയറ കഥകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇസ്രയേൽ US സൈനിക ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകിയ വിവരങ്ങളാണ് റിപ്പോർട്ടുകളിലുള്ളതും. അതിലേറ്റവും പ്രധാനം മഹ്മൂദ് അഹമ്മദി നജാദുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്ലാമിക ഭരണകൂടത്തെ അട്ടിമറിച്ച് പുതിയ ഇറാൻ ഭരണാധികാരിയായി അമേരിക്ക കണ്ടുപിടിച്ചത് നജാദിനെയാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നത്. 2005 മുതൽ 2013 വരെ ഇറാൻ പ്രസിഡന്റായിരുന്നു നജാദ്. ഇസ്രയേലിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് ആഹ്വാനം ചെയ്ത നേതാവാണ് അദ്ദേഹം. അണുബോംബ് ഉണ്ടാക്കണമെന്ന് ശക്തിയായി വാദിച്ച ഭരണാധികാരിയും. ഇറാൻ പ്രക്ഷോഭങ്ങളെ തകർത്ത പ്രസിഡന്റ്. ഈ വിശേഷണങ്ങൾ അദ്ദേഹത്തിനൊപ്പമുണ്ട്. നാസികൾ നടത്തിയ ജൂതവംശഹത്യ വെറും നുണയാണെന്നായിരുന്നു നജാദിന്റെ പക്ഷം. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചാണ് നജാദ് രണ്ടാം വട്ടവും പ്രസിഡന്റ് ആയതെന്ന് അന്ന് പറഞ്ഞത് അമേരിക്കയായിരുന്നു. നജാദ് പിന്നീട് ഇറാൻ ഭരണകൂടത്തിന്റെ വിമർശകനായി മാറി എന്നത് മറ്റൊരു കാര്യം. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നജാദിന്റെ ശ്രമം 3 വട്ടമാണ് ആയത്തുള്ള അലി ഖമനേയി തടഞ്ഞത്. ഇസ്രയേലുമായി രഹസ്യബന്ധമുണ്ട് നജാദിനെന്നായിരുന്നു അതിനു പറഞ്ഞ പ്രധാന കാരണം. യുദ്ധത്തിനു മുമ്പേ നജാദിനെ വീട്ടുതടങ്കലിലുമാക്കി. ഇസ്രയേലി ചാരസംഘടനയായ മൊസാദ് വീട്ടുതടങ്കലിൽ വെച്ച് നജാദുമായി സംസാരിച്ച് ഒരു ഡീലുമുണ്ടാക്കി. ഭരണം വീണാൽ പുതിയ പ്രസിഡന്റ് ആവാമെന്ന് നജാദ് സമ്മതിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. യുദ്ധത്തിന്റെ 1-ാം ദിവസം ടെഹ്റാനിൽ നജാദ് തടവിൽ കഴിയുന്ന വീടിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. നജാദിനെ മോചിപ്പിക്കാൻ നടത്തിയ ആ ആക്രമണം പക്ഷേ ഒന്ന് ചെറുതായി പാളിപ്പോയി. സുരക്ഷാ ഗാർഡുകൾ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ പക്ഷേ നജാദിനും ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. രക്ഷപ്പെട്ടുവെങ്കിലും അതോടെ നജാദ് പിൻവാങ്ങിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഭരണമാറ്റ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങി. അതിനുശേഷം ആരും അദ്ദേഹത്തെ പരസ്യമായി കണ്ടിട്ടുമില്ല. നിലവിലെ അവസ്ഥയോ ആരോഗ്യസ്ഥിതിയോ ആർക്കും അറിയില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അഹമ്മദി നജാദിന് പാശ്ചാത്യ രാജ്യങ്ങളുമായി നിഗൂഢ ബന്ധമുള്ളതായി ടൈംസ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുമുണ്ട്. 2019 ദ ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ നജാദ് പ്രസിഡന്റ് ട്രംപിനെ പ്രശംസിച്ചിരുന്നു. നജാദിന്റെ സ്വന്തക്കാരിൽ ചിലർ ഇസ്രയേലിനായി ചാരപ്പണി നടത്തുന്നുവെന്നും ആരോപണമുണ്ടായിരുന്നു. നജാദിന്റെ മുൻ ചീഫ് ഓഫ് സ്റ്റാഫ് യഫ്ഹദിയാൻ റഹീം മഷായി 2018 വിചാരണ ചെയ്യപ്പെടുകയും ചെയ്തു. മൊസാദുമായുള്ള ബന്ധമായിരുന്നു കേസിലെ പ്രധാന വിഷയം. കുറച്ചു വർഷങ്ങളായി നജാദ് നടത്തിയ വിദേശയാത്രകളും വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 2023 അദ്ദേഹം ഗ്വാറ്റിമാല സന്ദർശിച്ചു. 2024 25 ഹംഗറി യാത്ര നടത്തി. ഈ 2 രാജ്യങ്ങൾക്കും ഇസ്രയേലുമായി അടുത്ത ബന്ധമാണുള്ളത്. കഴിഞ്ഞ ജൂണിൽ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഹംഗറിയിൽ നിന്ന് നജാദ് മടങ്ങിയെത്തിയത്. യുദ്ധം വന്നപ്പോൾ നജാദ് പൊതുരംഗത്ത് നിന്ന് വിട്ടുനിന്നു. അദ്ദേഹത്തിന്റെ മൗനം ഇറാന്റെ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായിരുന്നു ആ സമയം. ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക, ബലസ്റ്റിക് മിസൈലുകൾ നശിപ്പിക്കുക, അവയുടെ ഉൽപാദന കേന്ദ്രങ്ങൾ തകർക്കുക, നാവികസേനയെ ഇല്ലാതാക്കുക, ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഹൂതികളെയും പോലെ സമീപ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇറാന്റെ നിഴൽ സംഘടനകളെയും ദുർബലപ്പെടുത്തുക. ഇറാനെതിരെ യുദ്ധത്തിനൊരുങ്ങുമ്പോൾ അമേരിക്കയും ഇസ്രയേലും പരസ്യമായി പറഞ്ഞ ലക്ഷ്യങ്ങൾ ഇവയായിരുന്നു. എന്നാൽ ഇരു രാജ്യങ്ങളുടെയും യഥാർത്ഥ ലക്ഷ്യം ഇത് മാത്രമായിരുന്നില്ല എന്നാണ് റിപ്പോർട്ട്. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ അട്ടിമറിക്കുക, അവിടെ പുതിയ ഭരണകൂടത്തെ സ്ഥാപിക്കുക, ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരെയും വിമർശകരെയും ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കുക, നിലവിലെ ഭരണകൂടത്തിലെ പ്രമുഖരെ ഒന്നൊഴിയാതെ ഇല്ലാതാക്കുക, യുദ്ധത്തിന്റെ മറവിൽ ഭരണമാറ്റം നടത്തുക എന്നതായിരുന്നു പ്രധാന തന്ത്രം. വെനസ്വേലയിൽ ഒറ്റ രാത്രി കൊണ്ട് അമേരിക്ക നടത്തിയ അട്ടിമറിയുടെ വിജയമായിരുന്നു ഇതിനുള്ള പ്രധാന പ്രചോദനവും. വെനസ്വേലയായിരുന്നു പ്രസിഡന്റ് ട്രംപിന്റെ മുന്നിലുള്ള പ്രധാന മാതൃകയും. ഇറാനെതിരായ യുദ്ധം 3 ഘട്ടമായാണ് ഇസ്രയേലും US കൂടി പ്ലാൻ ചെയ്തതെന്ന് ന്യൂയോർക്ക് ടൈംസിൽ പറയുന്നുണ്ട്. അമേരിക്കയും ഇസ്രയേലും കൂടി വ്യോമാക്രമണങ്ങൾ ആരംഭിക്കുക, ഇറാന്റെ പരമോന്നത നേതാക്കളെ വധിക്കുക, ഇറാൻ സേനയ്ക്കെതിരെ പോരാടാൻ കുർദുകളെ ഇറക്കുക, ഇതായിരുന്നു ആദ്യഘട്ടം. മൊസാദിനെ ഉപയോഗിച്ച് സർക്കാർ വിമർശകരെയും ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭകരെയും തെരുവിലിറക്കുക, കുർദുകളുടെ ആക്രമണത്തിനൊപ്പം രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക, രാഷ്ട്രീയ അസ്ഥിരത സൃഷ്ടിക്കുക, ഇതായിരുന്നു 2ാം ഘട്ടം. ആക്രമണം കടുപ്പിക്കുക, സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തുക, രാഷ്ട്രീയ സമ്മർദ്ദം കൂട്ടുക, വൈദ്യുതി പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കുക, ഭരണകൂടം തകരുന്ന ഈ സമയത്ത് പുതിയ ഭരണകൂടത്തെ അധികാരത്തിലേറ്റുക, ഈ ഭരണകൂടത്തെ ഉപയോഗിച്ച് ഇറാന്റെ നിയന്ത്രണം പിടിക്കുക, ഇതായിരുന്നു 3ാം ഘട്ട തന്ത്രം. ആദ്യഘട്ട പദ്ധതികൾ പ്ലാനിലുള്ളതുപോലെ തന്നെ സംഭവിച്ചു. വ്യോമാക്രമണങ്ങൾ, പരമോന്നത നേതാവിന്റെ വധം, ഉന്നത ഉദ്യോഗസ്ഥരുടെ കൊലപാതകങ്ങളെല്ലാം തന്നെ നടന്നു. എന്നാൽ കുർദുകളെ രംഗത്തിറക്കാൻ കഴിഞ്ഞില്ല. പ്രക്ഷോഭകരെ തെരുവിലിറക്കാനോ സർക്കാർ വിരുദ്ധ തരംഗമുണ്ടാക്കാനോ സാധിച്ചില്ല. പദ്ധതിയിലെ ബാക്കി ഭാഗങ്ങളെല്ലാം തന്നെ പാളിപ്പോയിരുന്നു. ഇറാനെതിരായി നടന്ന ആക്രമണത്തിന്റെ ആഘാതങ്ങൾ സർക്കാരിനെ മാത്രമല്ല അവിടെ
അവിടെ താമസിക്കുന്ന പ്രക്ഷോഭകരെയും സാരമായി തന്നെ ബാധിച്ചിരുന്നു. രാജ്യം ഒറ്റക്കെട്ടായി യുദ്ധത്തിനെതിരെ രംഗത്തു വന്നു. തെരുവുകളിൽ കനത്ത ജാഗ്രത പുലർത്തി ഇറാൻ സൈന്യം പ്രക്ഷോഭ സാധ്യതയും അവിടെ ഇല്ലാതാക്കി. നേരത്തെ തയ്യാറാക്കിയ ഇറാന്റെ പ്രതിരോധ പദ്ധതിക്ക് ഈ സാധ്യതകളെ അതിജീവിക്കാൻ കഴിഞ്ഞു. ഹോർമസ് അടച്ചിട്ടതും ഗൾഫ് രാജ്യങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളും എല്ലാം പദ്ധതികളെ തകർത്തു കളയുകയായിരുന്നുവെന്നും ന്യൂയോർക്ക് ടൈംസ് വ്യക്തമായി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.